are bad, I'm your dad. Comedy, I mean, I wish I could have shown you what his body language was. We know that he's lost it. ഒരു ചൊട്ട് കൊടുത്താൽ മതി. എൻ്റെ വിൻഡോ താഴ്ത്തേണ്ട താമസം ദ ഗൈ ഹൂ ലൈക്ക് ഒരു 10 കിലോ സ്ട്രെസ്സായിട്ട് ഞാനന്ന് തിരിച്ച് വീട്ടിൽ പോയത്. You have എന്താ പറയുക ഭയങ്കര ഹൈസും ലോസും കൂടിയും കടന്നു പോയൊരു ആക്ടിങ് കരിയർ അല്ലേ ഞാൻ that you have been always in a same graph. I try my best to yeah. So as a person ഇത്രയും സമയങ്ങളിൽ ഇപ്പം റീസെൻ്റ്ലി ഫോർ യുവർ വിറ്റിലാഗോൻ്റെ പ്രശ്നം വന്നപ്പോഴും ഇറ്റ്സ് ഇസ് നോട്ട് ഈസി എല്ലാവർക്കും ഇത് പറയാനും ഇതൊരു ന്യൂസാക്കി വിടാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. പക്ഷേ പേഴ്സണലി വെൻ യു അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ ഐ ഹവ് സീൻ യു ഫ്രം ദ പ്രീവിയസ് ഡിസീസ് വന്ന സമയത്തും ഈ ഒരു പുതിയ സമയത്ത് വന്നപ്പോഴും ചേഞ്ച് ചെയ്തിട്ടുണ്ടോ? ഹൗ യു ആക്സെപ്റ്റഡ് ഇറ്റ് ആൻഡ് ഹൗ യു ഡെൽറ്റ് വിത്ത് ഇറ്റ് വാസ് വെരി ടഫ്. നല്ല ഡിഫിക്കൽട്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഇതുവരെ പോവാത്തൊരു ലോയിലേക്ക് ഞാൻ പോയായിരുന്നു. സി വെൻ യു സേ ക്യാൻസർ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ചില കാര്യങ്ങൾ അസോസിയേറ്റഡ് വിത്ത് ദ ഡിസീസ്. യു ക്യാൻ എക്സ്പെക്ട് വി ആർ എക്സ്പെക്ടിങ് ദ വേഴ്സ്റ്റ് വിത്ത് ക്യാൻസർ. And psychologically, I thought that will be the worst for me. But the vitiligo was a little harsher. Almost 2 to 3 months. And I think the change happened very gradually. Even I did not realize that ഞാൻ എന്നിൽ നിന്ന് ഒളിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന്. മെല്ലെ ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യാൻ തുടങ്ങി, പുറത്ത് പോകുന്ന കട്ട് ഓഫ് ചെയ്യുന്നു. ആൻഡ് ദിസ് ഈസ് ഹാപ്പനിങ് unknowingly. Because I'm trying to, എന്തുകൊണ്ടാണ് it started like this. അയ്യോ എനിക്ക് മേക്കപ്പ് അവിടെ മേക്കപ്പ് ഇടണല്ലോ പിന്നെ വേണ്ട പോട്ടെ. Then the vitiligo started spreading and unknowingly it had spread so much that I think it took a real beating on my confidence. Confidence ആണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവുന്നത്. And no matter how much you try to makeup correct it or it doesn't, you can't hide it. But as other effect ചെയ്തിട്ടുണ്ടോ? പെർഫോമൻസിൽ എഫക്ട് ചെയ്തിട്ടുണ്ടോ? No, not for film. I think അത് നമ്മുടെ ലൈഫിലെ പെർഫോമൻസിനെയാണ് എഫക്ട് ചെയ്യുന്നത്. How do you live like on a daily basis in a place where you are recognized? ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു സ്ഥലത്ത് ഇതും വെച്ചുകൊണ്ടിരിക്കാനാണ് വളരെ ഡിഫിക്കൾട്ട്. ബിക്കോസ് നമ്മുടെ ആൾക്കാർ ആർ വെരി അൺഫോർഗിവിങ് ആൻഡ് ദേ ആസ്ക് യു ഡയറക്ട്ലി, നേരെ മുഖത്ത് നോക്കി ചോദിക്കും. ആൻഡ് ഇറ്റ് ബിക്കേം എ വെരി വിസിബിൾ പ്രോബ്ലം ടു ബി ഓണസ്റ്റ്. ഞാനൊരു ഓൾമോസ്റ്റ് 7 months ഞാനിതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല. പക്ഷെ പിന്നെ ഇറ്റ് സ്റ്റാർട്ടഡ് കമ്മിങ് ഓൺ വിസിബിൾ ഏരിയാസ് ലൈക്ക് എൻ്റെ കൈയും ഫേസ് ആൻഡ് ഓൾ ദാറ്റ്. സോ ദെൻ it started getting very difficult to hide. അപ്പം അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ഒരു സന്ദർഭം വന്നപ്പോഴാണ് ഞാൻ ഈ എന്താണ് എവറി ടൈം ഐ ഗെറ്റ് ഔട്ട്. കേരള ഇസ് എ വെരി ഹോട്ട് പ്ലേസ്. എവറി ടൈം ഐ ഹാവ് ടു വെയർ ഫുൾ സ്ലീവ് ഗ്ലവ്സ് ലൈക്ക് നെക്കിൽ ഷോൾ. Like imagine that life. I started, so അങ്ങനെ ഡ്രസ്സ് ചെയ്യണ്ട, അയ്യോ അത് ഇൻകൺവീനിയൻ്റ് ആണെന്ന് ആലോചിച്ച് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി. ആൻഡ് വീട്ടിലിരിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഇടയ്ക്കൊരു വീഡിയോ കോളും ഇതൊക്കെ ഉണ്ടാവില്ലേ ഫ്രണ്ട്സും ഇതൊക്കെ ആയിട്ട്, അതും നിർത്തി. സോഷ്യൽ മീഡിയ completely. I don't want to be photographed. I don't want to be photographed because കുറച്ച് പേര് ഇട്ട ഫോട്ടോസിൽ തന്നെ it is bad and I didn't even realize that it looks so bad in pictures. Picturesൽ ശരിക്കും അതിൻ്റെ കോൺട്രാസ്റ്റ് അറിയുന്നുണ്ട്. So it became mentally, I think I had gone to a very dark place. And porathadana, I think other autoimmune issues were like it was affecting. I think ഇതെല്ലാം കൂടെ I think എന്തോ മെഡിക്കേഷൻ്റെ റിയാക്ഷൻ ആണെന്ന് തോന്നുന്നു. ഏതൊരു ഇമ്മ്യൂണോതെറപ്പി അതിൻ്റെ ലോങ് ടേം സൈഡ് എഫക്റ്റ് ആയിട്ട് വന്നതാവും. So I had some breathing trouble as well. So ആകപ്പാടെ the vitiligo was draining me emotionally, as well as the breathing trouble was tiring me physically. During live, I actually lost a lot of weight. I'd lost more weight than I was in university. 55, almost 55 kilos. ഇപ്പൊ എങ്ങനെയാണ് അതിലേക്ക് തിരി? So I started so I was on steroid for many months. Or 4-5 months I was on steroid. ഇതെല്ലാം കൂടെ വർക്കിന്റെ കൂടെയാണ്, see, you are always very, ഇതൊക്കെ തന്റെ ജീവിതത്തിൽ ഒരു ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ. ബിക്കോസ് തന്റെ കരിയർ ഗ്രാഫ് ഇസ് ഗോയിങ് ദ വേ യു ആർ ഡൂയിങ് മൾട്ടിപ്പിൾ ലാംഗ്വേജിൽ പടങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ആൾക്കാരൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് ടു ഹേറ്റ് ഓൺ മീ. ഐ നോ ദാറ്റ് ഐ ഹാവ് പ്ലെന്റി ഓഫ് ഹേറ്റേഴ്സ്. പല കാര്യങ്ങളും കഴിഞ്ഞ് they link me with somebody else's news and they will start hating on me. This has been going on for a long time. പക്ഷേ how tough of a life do I എൻ്റെ
എവറി ഡേ എത്ര ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് ആൾക്കാരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇതാക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അറ്റ് ദ സെയിം ടൈം പേരൻസ് were really affected when I came out with my vitiligo. And the only reason after 7-8 months I had to come out telling about it was because it became a very, very visible problem. So problematic that people started asking me on my, like, you know, like നേരിട്ട്. And ഞാൻ യുഎസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒരു 2 weeks ഈ ഡിസംബർ. And I was in a very, very bad shape at the time, mentally as well as physically. അപ്പോൾ പോയ സമയത്ത് ഞാൻ ആ 2 weeks ഞാൻ കംപ്ലീറ്റ്ലി മറന്നു എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളതും. മറന്നു എന്ന് പറഞ്ഞാൽ ഫുള്ളി അതിൻ്റെ ഒരു ട്രേസ് ഓഫ് ഇറ്റ് വാസ് നോട്ട് ദെയർ ഫോർ സോ ലോങ്, റൈറ്റ്? ഇറ്റ്സ് എ ന്യൂ പ്രോബ്ലം ദാറ്റ് ഐ എം ഡീലിംഗ് വിത്ത്. അപ്പം I had completely forgotten. I come back and very innocently just go out wearing a normal half-sleeve t-shirt. And കാരണം ഞാൻ 2-3 ദിവസം വീട്ടിലിരുന്നു. I recovered from my jet lag and all that. I was like, വണ്ടിക്ക് വെറുതെ പെട്രോൾ അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാ. എൻ്റെ വിൻഡോ താഴ്ത്തേണ്ട താമസം, the guy who saw me almost like there's no അയ്യോ അത് ചോദിക്കാൻ പാടുണ്ടോ എന്നുള്ള ഒരു തോട്ട് പോലും അയാളുടെ മുഖത്ത് ഞാൻ കണ്ടില്ല. യുനോ ഐ നോ ദർ ഇസ് കൺസേൺ. അയ്യോ മാഡം എന്ത് പറ്റി, കഴുത്തിനും കൈക്കൊക്കെ ആക്സിഡന്റ് ആയോ എന്നായി ചോദിച്ചു എൻ്റെ അടുത്ത്. ആൻഡ് ഐ വാസ് ലൈക്ക് ബാക്ക് ടു നോർമൽ. പെട്ടെന്ന് എന്താ പറ്റിയെന്നറിയാം, ഞാൻ വേർത്തു. സോ സ്ട്രെസ്സില്ലേ പെട്ടെന്ന് അങ്ങ് ഇറ്റ് ഷോട്ട് അപ്പ് ലൈക്ക് ഒരു 10 കിലോ സ്ട്രെസ്സായിട്ട് ഞാനന്ന് തിരിച്ചു വീട്ടിൽ പോയത്. I was like, ദൈവമേ ഞാൻ ആ 14 ദിവസം പോയതൊക്കെ ഈ ഒരു 1 മൊമെന്റിൽ this all that, you know, I was like 10 kilos heavier. എൻ്റെ മമത നമ്മുടെ ആൾക്കാർ, ഞാൻ എല്ലാവരെയും പറ്റില്ല, പക്ഷെ അനൗചിത്യമായിട്ട് എവിടെയാ സംസാരിക്കേണ്ടതെന്ന് എൻ്റെ മദറിലോ മരിച്ചപ്പോൾ ഞാൻ അനുഭവിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. നാട്ടിലത്തെ ഒരു റിയാലിറ്റി. And even people who അത് കഴിഞ്ഞിട്ട് what was upsetting me was the kind of picture with I decided to come out with this because അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ ചോദ്യം കുറച്ചൊന്ന് കുറയുമല്ലോ. എന്ന് വെച്ചാൽ at least if people see me or see my vitiligo patches, they are not going to think that അയ്യോ ഈ കുട്ടിക്ക് എന്ത് പറ്റിയെന്ന്. People love questions. നിർത്തൂല മകളെ, നിർത്തില്ല. At least they'll keep it to themselves. They'll let them question in their head. Don't come and ask me because it's bothering me. I decided to tell. അടുത്ത ആഴ്ച തൊട്ട് എന്താണ്, അടുത്ത ആഴ്ച തൊട്ട് there are new pictures. മമതയുടെ vitiligo കണ്ടോ എന്ന് പറഞ്ഞിട്ട് there are pictures which are not even mine of hands and legs and those are not even my pictures. So that is what you're dealing with, live fake news. Fake news. Correct? Yes. BKP ഇത്ര എനിക്ക് ചെയ്യാൻ പറ്റും പ്രൊമോഷൻ. അയ്യോ. ഓക്കെ, എൻ്റെ അടുത്ത് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചോട്ടെ. പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഞാൻ മമത മോഹൻദാസിനെ എത്ര കാലമായിട്ട് അറിയാം. ജീവിതത്തിൽ എന്തെങ്കിലും ലൂസ് ചെയ്യും എന്നുള്ളൊരു ഇതുണ്ടോ, പേടിയുണ്ടോ? സംതിങ് ദാറ്റ് വിൽ ലൂസ്? I'm only scared of losing one thing. Yeah, and that's like the most tightest relationship that I have, which is with my parents. Okay, yeah, that's like that's the only correct. Where on the എന്താണ് ലൂസ് ചെയ്യാൻ അങ്ങനെ ഒരു പേടിയുണ്ടോ? അയ്യോ എന്തെങ്കിലും ഇത് ദ സെയിം തിങ്. എനിക്ക് എന്നോട് ആരോട് ചോദിച്ചു where do you see 10 years from now, 5 years from now? ഞാൻ ഒറ്റ കാര്യം പറയുള്ളൂ, എൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റെ ആൾക്കാർ, എസ്പെഷ്യലി മൈ പേരൻസ്, അവർ ഹെൽത്തി ആയിട്ട് എൻ്റെ കൂടെ ഇരിക്കണം എന്നുള്ളതാണ് എനിക്ക്. ഇനിയിപ്പോൾ ഭയങ്കര വലിയ ഇത് ചെയ്യണമെന്നും എനിക്ക് വലിയ അവാർഡുകൾ കിട്ടണമെന്നും ഒന്നും ഒരു ആഗ്രഹമില്ല. നമുക്ക് ഹെൽത്ത് ഉണ്ടാവണം, അവരെ നോക്കാനും. പിന്നെ അവര് ഞാൻ എപ്പോഴും പറയുന്നത്, എനിക്ക് സിബ്ലിങ്സ് തന്നിട്ടില്ല. യു ബെറ്റർ അവരിങ്ങനെ മുള്ളുമലി നിർത്തിയിരിക്കുകയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഫിയർ എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ഫിയർ ഓഫ് ലൂസിങ് എന്ന് ചോദിച്ചുകൊണ്ടാണ് അങ്ങനെ വന്നത്. പക്ഷേ ഫിയർ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ തിങ്ക് ഗിവൺ മൈ പേഴ്സണാലിറ്റി ആൻഡ് എൻ്റെ ലൈഫ് എക്സ്പീരിയൻസസ് ഹാവ് ഡെഫിനറ്റ്ലി പുട്ട് മീ ഇൻ എ സ്പേസ് വേർ ഞാൻ കുറേ ആൾക്കാരെ ഫിൽട്ടർ ഔട്ട് ചെയ്തു. എന്ന് വെച്ചാൽ വേണ്ടാത്ത റോങ് എനർജി, അത് നല്ല ആൾക്കാരായിരിക്കും ചിലപ്പം, പക്ഷേ ദേ നോട്ട് മാച്ചിങ് മൈ എൻ്റെ ഒരു വേവ് ലെങ്ത്തും ഇതും സൂട്ട് ചെയ്യാത്ത അവരെ ഞാൻ ഫിൽട്ടർ ഔട്ട് ചെയ്യുന്നത് കൊണ്ട് ദർ ഇസ് എ ഹൈ ചാൻസ് ദാറ്റ് ഐ വിൽ ഫീൽ ലോൺലി ഓർ എ ലോൺ. സോ ഐ ഡു ഹാവ് എ ഫിയർ ഓഫ് ബീങ് എ ലോൺ. അതിലെൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ്, ആകെ ഇത്രയും ക്ലോസ് ആയിട്ടുള്ള എൻ്റെ ഫാദറും മദറും മാത്രമാണ്. അപ്പം അവർ ഒരു വേറെ ജനറേഷനിലുള്ള ആൾക്കാരുമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ദർ ആർ ടൈംസ് വെൻ ഐ ഗെറ്റ് ഇൻ ടു വെൻ സംതിങ് ഇസ് നോട്ട് ഗോയിങ് വെൽ ഇൻ മൈ ലൈഫ്. അതിപ്പോൾ എൻ്റെ ഹെൽത്ത് പരമായിട്ട് എന്തെങ്കിലും സംതിങ് ഇസ് നോക്കിംഗ് അറ്റ് മൈ ഡോർ അഗൈൻ, ഓർ മേ ബി ലെറ്റ് സേ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത ഒരു സാധനം, ലൈക്ക് എനിക്ക് ഭയങ്കര എക്സ്പെക്ടേഷനുള്ള ഒരു പടമാവാം, എന്തെങ്കിലും ഒരു വേറെ കാര്യമാവാം. ഇഫ് ഇറ്റ് ഫെയിൽസ്, എനിക്ക് പെട്ടെന്ന് ദർ ആർ ടൈംസ് വെൻ സ്വാഭാവികമായിട്ടും ഐ എം ഹ്യൂമൻ. ഓക്കെ, ഐ എം നോട്ട് ഓൾവേസ് സ്ട്രോങ്. എൻ്റെ വൾണറബിൾ ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ
എനിക്ക് ഏറ്റവും ആദ്യം വരുന്നത് ഇസ് ഒരു ഫിയർ ഓഫ് ലോൺലിനെസ്. ആൻഡ് അറ്റ് ദാറ്റ് മൂമെൻറ്റ് ഈവൻ അതൊരു ഒരു ഫ്ലാഷ് ആണെങ്കിലും I will have reminders അല്ല, like I will transport myself to a day when my parents are not with me. I constantly remind myself of putting that into, and അതാണ് എൻ്റെ ഏറ്റവും വലിയ ഫിയർ ചേച്ചി. എൻ്റെ ലൈഫിൽ എനിക്ക് വേറെ ഒരു ഫിയറും ഇല്ല. ഇറ്റ് ഇസ് ജസ്റ്റ് because even if I think about it, I don't know how I'm going to live past one of those days or day or hour. I don't know. I understand what you're saying. Because it is എനിക്കത് ഒരിക്കലും അതിപ്പം മമ്മി പറയുമോ ആ സമയമാകുമ്പോഴേക്ക് യു വിൽ ഹാവ് സമ്മൺ വിത്ത് യു. ആരെന്നെ വിളിച്ചാലും ആരെന്നെ എങ്ങനെ കംഫർട്ട് ചെയ്താലും ഐ ഡോണ്ട് നോ ഹൗ ഐ വിൽ ഫേസ് ദാറ്റ് ഡേ. ബട്ട് ഇറ്റ് ഇസ് എൻ ഇന്നെവിറ്റബിൾ റിയാലിറ്റി. ആൻഡ് ദിസ് ഇപ്പം നമ്മൾ പറയും ചില ഏറ്റവും we know that this is definitely going to happen. Can you prepare yourself for it? No. അത് അങ്ങനത്തെ ഒരു അറ്റാച്ച്മെൻറ്റും ബോണ്ടുമാണ്. ആൻഡ് ഐ തിങ്ക് എൻ്റെ ഫ്രണ്ട്സിന് കമ്പയർ ചെയ്യുമ്പോഴും എൻ്റെ വേറെ ആര് കമ്പയർ ചെയ്യുമ്പോഴും ഐ ഹവ് ഗോട്ടൻ മോർ അറ്റാച്ച്ഡ് ടു മൈ പേരൻസ് because of years of support that they've given me through bad health. വേറെ ആരും തരാത്തത് അങ്ങനെ ക്ലോസ് ആയതാ. അതാണ് ഞാൻ എൻ്റെ മദർലോനെ എപ്പോഴും കാണുമ്പോൾ എൻ്റെ അജിത്തിൻ്റെ ചേച്ചി ഇതൊക്കെ തുടങ്ങി കൊഞ്ചിക്കാൻ ഞാൻ പറയും സുന്ദരി എന്ന് പറഞ്ഞാൽ ഷീ ഹാസ് ഗോട്ട് ദിസ് ചബ്ബി ചീക്സ് which I haven't gotten. ഞാൻ കമ്മൽ പിടിച്ച് വലിച്ചിട്ട് സുന്ദരി എന്ന് വിളിക്കും. ഇപ്പൊ എനിക്ക് അങ്ങനെ ആരെയും വിളിക്കാൻ തോന്നുന്നില്ല. Okay, enough with serious thing. ഞാൻ കുറച്ച് തമാശ ചോദിക്കുമ്പോൾ ഹാവ് യു എവർ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്തിട്ട് താങ്കളുടെ അമ്മ എന്നെ ചിന്തിച്ചിട്ടോ ഇത് മമതയല്ല, ഐ മീൻ കംപ്ലീറ്റ്ലി യു ആർ ഇൻ ടു ദാറ്റ് ക്യാരക്ടർ ദാറ്റ് യു ഈവൻ മദർ forgot that you are Mamta Mohandas? എന്തൊരു ചോദ്യമല്ലേ. മിസ് മേനൻ യു ആർ ഗ്രേറ്റ്. Maybe when I did Lanka, it's not even me, and there's not even a trace of me. Adanathu. And then Rudrangi, when I did recently or Telugu film I've done, and I was adine aa character ne meter vera thanne oru sadhana. I've never done anything like that before in my career. So I hope release ആയിട്ട് എന്തെങ്കിലും ചെയ്താൽ മതി. എപ്പോഴെങ്കിലും ആക്സെപ്റ്റൻസ് സ്പീച്ച് കണ്ണാടിന് മുമ്പിൽ നിന്നിട്ട് ഒരു അവാർഡ് നെവർ വിത്ത് ഷാംപൂ ബോട്ടിൽ ഇൻ ഹാൻഡ് ഓസ്കറും പറ്റാണെങ്കിൽ ചിലപ്പോൾ സത്യം നടക്കട്ടെ, സംഭവിക്കട്ടെ. അതന്നെ ഈ കുട്ടി പെട്ടെന്ന് കരയും ഞാൻ കേട്ടിട്ടുണ്ട് ഓൺ സ്ക്രീൻ ക്യാരക്ടർ. ഇല്ല പണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് എന്തായാലും ഗ്ലിസറിന് ആവശ്യമുണ്ട്. സോറി ഉള്ളി നിഞ്ചകൾ കണ്ണിന്റെ പിന്നിൽ. ഞാൻ അതിനെ കുറിച്ച് ഇപ്രാവശ്യം വേറൊരു ഇന്റർവ്യൂവിനകത്ത് VKP സാറിന്റെ കൂടെ ഇരുന്നിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ദാറ്റ് an actor has to put themselves in അവരുടെ റിയൽ ലൈഫ്സ് ഇല്ലേ, they keep it a little fractured so that they can be better performer. Okay. If I have to give you an acting class, താങ്കൾ ടീച്ചറാണ്. Okay, pizza, you don't want to eat pizza, but you have to teach them how to eat pizza without eating pizza. എന്താ ചെയ്യുക? ഞാനത് മുഴുവൻ എനാക്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. പിസ്സ ബോക്സ് വരുന്നു, അതിൻ്റെ അകത്ത് ഒരു സ്ലൈസ് എടുക്കുന്നു, അതിങ്ങനെ എടുത്തിട്ട് ചീസ് എൻജോയ് ചെയ്യുന്നു. അതിലെന്താ പഠിപ്പിച്ചു കൊടുക്കാനുള്ളത്? Without eating pizza. Teaching ആണ്. I think every kid will be good at it, yeah. Okay. Every student will be good at that. Okay, ശരി. ഒരു മെയിൽ ആക്ടറിനെ ഒരു ഹിസ്റ്ററി ഇപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഒരു മെയിൽ ആക്ടറിന്റെ ഒരു റോള് സ്വാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ which one you would like to do and what line you would like to say? എൻ്റെ മനസ്സിലൊന്നും അത് പറയുമെന്ന് എനിക്കറിയില്ല. The line that came to my head right now എന്താണാവോ? If you are bad, I'm your dad. ഈശ്വര, അത് ഭയങ്കരമായിട്ട് ചില പഞ്ച് ഡയലോഗ് നമുക്ക് കാണുമ്പോൾ ചിരി വരും. If you are bad, I'm your dad. That's a good one. Okay, done. Okay, താങ്കളെ പറ്റി ഒരാളെ ബയോപിക് ഉണ്ടാക്കിയാൽ അതിന്റെ ടൈറ്റിൽ എന്തായിരിക്കും? ടൈറ്റിലോ? ലൈഫ്. അത് സിനിമയാക്കുകയാണെങ്കിൽ താങ്കളുടെ യങ്കർ വേർഷൻ, ഇയാൾക്ക് ഇപ്പോൾ ഇത്ര വയസ്സായിട്ടുള്ളൂ, പക്ഷെ അതിൽ കുഞ്ഞി ആളായിട്ട് അഭിനയിക്കണല്ലോ, അതാരായിരിക്കണം? ഞാൻ തന്നെ അഭിനയിക്കല്ലേ, എന്തിനാ വേറൊരാള്? ഇന്ന് CGI ഒക്കെ ഇല്ലേ, നമ്മൾ തന്നെ വെച്ചിട്ട് ഇതാക്കിയാൽ മതി. ഇപ്പൊ റീസെന്റ് പഠാനിൽ യു സോ മറ്റേ ഫൗജിയുടെ യങ്ങർ ഷാരൂഖ് ഖാൻ ക്യാരക്ടർ, they really made him look like he fan. The movie Fan, he showed him, completely. Yeah. അവാർഡ് കാറ്റഗറിയിൽ ചെയ്യാം. അവാർഡ് കാറ്റഗറിയിൽ പുതിയൊരു കാറ്റഗറി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ which one you feel we should be added?
അവാർഡ് കാറ്റഗറിയിലോ? ഇപ്പൊ ആവശ്യത്തിന് കൂടുതൽ കാറ്റഗറി വേണ്ട ഉള്ളതൊക്കെ രണ്ടെണ്ണം കട്ട് ചെയ്യാം. ആക്ടേഴ്സിൽ ബെസ്റ്റ് ഹ്യൂമൻ ബീയിങ് ആരാണ്? That's a good one. An authentic Best human being. Yeah, best human being. When Salman Khan said being human award. Being human award. That's a good one. Okay. Ini if you had to describe your acting style using a food metaphor, which dish would you best represent your performances? Oh, എനിക്ക് വയ്യ. എന്തു നല്ല ക്വസ്റ്റ്യനാ മിസ് മേനൻ. ഞാൻ തന്നെ പറയാം എൻ്റെ ക്വസ്റ്റ്യൻ നല്ലതാണ്. ഷോ ഇതിൽ ആൾക്കാർക്ക് പലതും പറയാം. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ക്വിസീനെ ഞാൻ എപ്പോഴും പറയുള്ളൂ. അതെ, അത് ജാപ്പനീസ് ആണ്. അതെ, പക്ഷെ സൂഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. അതെ, ഞാൻ മലയാളത്തിൽ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരു ഉത്തരം പറഞ്ഞു തരട്ടെ. ദ ബെസ്റ്റ് അല്ലെന്ന് കേരള സദ്യ അതിലെല്ലാം ഉണ്ടല്ലോ. അവിയല്, നിങ്ങൾക്ക് ഇഷ്ടമാവണ്ട, ആൾക്കാർക്ക് ഇഷ്ടമായ പോലെ നിങ്ങളുടെ പെർഫോമൻസ് മൊട്ട മുമ്പിൽ ഡൈവേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. അല്ലെ, പായസം, മധുരം, സാമ്പാർ എല്ലാം ഉണ്ട്. അപ്പൊ ഈ മയൂഖം തൊട്ട് ലൈവ് വരെ നിൽക്കുമ്പോ അതുണ്ട് അതിലൊക്കെ. ഞാൻ തന്നെ ഉത്തരം പറഞ്ഞു. കാര്യം അല്ല, ഉത്തരം അറിയുന്നോണ്ടാണല്ലോ ചോദ്യം വന്നിരിക്കുന്നത്. You know what to say. അതെ. Okay, this you have to sing. If your acting career had a theme song, ഏതെങ്കിലും ഒരു സോങ് പാടാൻ പറ്റുമോ? ഏത് പാട്ടല്ലേ വരും? വെരി ഡിഫിക്കൾട്ട് ആണോ? അതും വെരി ഡിഫിക്കൾട്ടാ. ഓക്കെ. ഇനി കോമഡി ഓർ ഡ്രാമ? കോമഡി. ഓക്കെ. സ്റ്റേജ് ഓർ സ്ക്രീൻ? ഓഫ് സോറി, സ്റ്റേജ്. ഓക്കെ. വില്ലൻ ഓർ ഹീറോ? വില്ലൻ. Okay. Yeah. Period film or contemporary? Contemporary. Okay. Improvisation or scripted? Improv. Okay. Improv any day. Okay. That comes to my end. Theatre improvom related alle? Ade. Theatre drives me. Aanale. Cheyidittundo theatre? Illa. I've seen, I think ഞാൻ എപ്പോഴും മമ്മിയുടെ അടുത്ത് പറയും, ഞാൻ ഒരു പക്ഷേ if I was like raised in the West or something, I might have probably been one of those musical സ്കൂളിലെ musicals ചെയ്ത് ബ്രോഡ്വേയിലൊക്കെ little bit of acting, little bit of singing, എല്ലാം ലൈവ് അല്ലേ. It would have been like when I watch all these university shows, right, US American university shows, എന്ത് രസം അവരുടെ സ്കൂളിംഗ് ലൈഫ് തൊട്ട് they start doing that. അതാണ്. ഈ സമയങ്ങളിൽ പുതു ഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ടോ? In what? In the I mean, എന്താ പറയുക, ഈ ഫ്രണ്ട്ഷിപ്സ് ചില ആൾക്കാർ നമ്മുടെ ലൈഫിലേക്ക് വരും. ബസ്സിൽ നമ്മൾ, എന്നോട് ഒരാൾ പറയുന്നുണ്ട്, ബസ്സിൽ പോകുമ്പോൾ ചില ആൾക്കാർ നമ്മുടെ ബസ്സിലേക്ക് കയറും, ചില ആൾക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വരും നമ്മുടെ ലൈഫിൽ. അങ്ങനെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സും എല്ലാം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയത് ആഫ്റ്റർ കമ്മിങ് ടു ഇന്ത്യ. വെരി ഗുഡ്. At the age of 21, right? അത് തൊട്ടാണ്, I mean from 21 I started forming bonds, real bonds, and I have friends who go back like all the way, like 18-19 years. Yeah, good. Yeah. നമ്മുടെ കോമൺ ഫ്രണ്ട് ആരാ? Sahadev. Mr. Mr. Sahadev. Nirmal Sahadev. അതെ. This is for you. Sorry, it's not beer, man. Sorry, this is coffee. അപ്പോ what's your opinion about Shine? അതെ. I should ask you. ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഇത് മനുഷ്യൻ നേരിട്ട് ഭയങ്കര ലൈവ് ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്റർവ്യൂവിൽ നിന്നുകൊണ്ടും നമ്മുടെ ഒരാളെ പെർസെപ്ഷൻ മാറ്റിയെടുത്തത്. ബിക്കോസ് അദ്ദേഹത്തിന് എനിക്ക് ആക്ടറായിട്ട് അറിയാം, പക്ഷെ ഇത് മാറ്റിയെടുത്തതാണ് ഇന്റർവ്യൂസ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടപ്പോഴും ഈ ഒരു സിനിമയിൽ വരുമ്പോൾ എന്തായിരുന്നു? ഓ അയ്യോ, ആദ്യത്തെ ദിവസം when we worked together, ആദ്യത്തെ scene that we had, one was his energy was something else that day. എന്തുകൊണ്ടാണെന്നൊന്നും ചോദിക്കണ്ട, ഫോണ് വലിച്ചെറിയുന്നത് മാത്രമല്ല, കയ്യിലിരിക്കുന്ന സാധനം കയ്യിലിരിക്കുന്നേ ഇല്ല. He came running to the location, like he came running to the spot, and എന്തോ ഭാഗ്യത്തിനാണ് തല ആ ചുമരിനടിച്ചിട്ട് താഴെ വീഴാതിരുന്നത്. Okay, so it was very very fun, and this is the first time I am seeing him like interacting in a performing space. Comedy എന്നൊക്കെ പറഞ്ഞാൽ, I mean, I wish I could have shown you what his body language was. And obviously ആ പെർട്ടിക്കുലർ സാധനം ഒരു എത്ര ടേക്ക് പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എന്തോ ഒരു 2 ഫിഗർ പോയിരുന്നു. ഓക്കെ, എന്തോ ഒരു ബിഗ് 2 ഫിഗർ പോയി. അപ്പോൾ ഒബ്വിയസ്ലി എല്ലാവരുടെയും VKP യുടെ ക്ഷമയൊന്നും കേടില്ല.
VKP is adanallo. So as a maker, this guy is just an absolute sweetheart. Patience, the energy he keeps through every single repetitive take, VKP gives time, and he knows exactly how to communicate what he wants to the actor who's taking like some 25-27 takes പോകുന്ന ഒരു ആക്ടറിൻ്റെ അടുത്ത് വന്നിട്ട് ക്ഷമയോടെ വീണ്ടും വീണ്ടും അത് പറയുന്നതിൻ്റെ ഒരു ഭംഗിയില്ലേ, സത്യം. അത് നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യും. ബിക്കോസ് വി നോ ദാറ്റ് ഹീസ് ലോസ്റ്റ് ഇറ്റ്, ബട്ട് ഹി വോണ്ട് ഷോ ഇറ്റ്. ഭയങ്കര നല്ല സ്വഭാവം, കടിച്ചു പിടിച്ചിരിക്കുക. ഭയങ്കര രസം. എന്നിട്ടും ഹീസ് ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം ആക്ടറിനെ എൻകറേജ് ചെയ്യുക. ലൈക്ക് ഇറ്റ്സ് ലൈക്ക് സോ സ്വീറ്റ്. I've seen people lose their cool and create an unpleasant situation. എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ VKP and his team of ADs and all of that, നല്ലൊരു എനർജി കേട്ടോ. എവറിബഡി വിൽ എൻജോയ് വർക്കിംഗ്. ആൻഡ് സൗബിന്റെ കൂടെ നിങ്ങളുടെ രണ്ടാമത്തെ പടമല്ലേ? സൗബിന്റെ രണ്ടാമത്തെ ഫിലിം. ആദ്യത്തെ നമ്മുടെ മറ്റേ പടം ക്യൂട്ട് പടം. അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആദ്യത്തെ ഈ ഇതിൻ്റെ ദിവസം ജസ്റ്റ് ബിക്കോസ് ഹി വാസ് എ ലിറ്റിൽ അൺകൺട്രോളബിൾ അത് ഉണ്ട് ഷൈൻ. അതിപ്പം ദ ഗുഡ് തിങ് ഇസ് ദാറ്റ് there were more sequences in the film, right? Being called out on that first day's thing actually helped him get a little. In fact, Shine actually came back to me and climax shoot na samayathu he came back and said നന്നായി അങ്ങനെ അന്ന് സംഭവിച്ചത്. ബിക്കോസ് അത് കണ്ടില്ലേ, ഞാനത് പുഷ്പം പോലെയല്ലേ ഇപ്പം ഈ ഒരു ക്ലൈമാക്സ് പെർഫോം ചെയ്യുന്നത്. പുഷ്പം ഇടയ്ക്ക് ആൾക്കൊരു ആരെങ്കിലും ഒരു ചൊട്ട് കൊടുത്താൽ മതി, അപ്പൊ ഒന്ന് he'll wake up. I mean, I see what I like again. This is about fluidity of people. Okay, he's not keeping anything in his head എന്നാണ് എനിക്ക് മനസ്സിലായത്. Shine is a very fluid person. അതുകൊണ്ട് തന്നെയാണ് he is very comfortable in his being. I saw ഐശ്വര്യലക്ഷ്മി ചെവി പിടിക്കുന്ന സീൻ ഉണ്ടായിരുന്നു. ടപ്പന്ന് പിടിച്ചപ്പോ ഇങ്ങനെ അയ്യോ ഇതന്നെ അതിന് ഏതോ ഒരു ടേക്ക് പോയപ്പോൾ ഹി നോസ് ദാറ്റ് നമ്മളിങ്ങനെ ക്ഷമയോടെ, കാരണം ആകെ ആ പെർട്ടിക്കുലർ സീനിൽ എനിക്കും എൻ്റെ ഫ്രണ്ടായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റിനും ആകെ ഒരു ഫ്യൂ ലൈൻസ് മാത്രമേ ഉള്ളൂ. ആൻഡ് വി ക്യാൻ ഗെറ്റ് ദ ജോബ്. ഇത് ലൈവ് സൗണ്ടും ആണ്. അപ്പം എവറി സിംഗിൾ പ്രോപ്പ് ദാറ്റ് ഫോൾസ് ഇറ്റ് ഇൻട്രാക്ട്സ് വിത്ത് യുവർ വോയിസ്, റൈറ്റ്? സോ ദാറ്റ്സ് എ റീടേക്ക് അഗൈൻ. ആൻഡ് ഇത് ഷൈൻ നല്ല രസമുണ്ടായിരുന്നു. പകുതി ഡയലോഗ് ഒരു ഡയറിയിൽ എഴുതുന്നു, പിന്നെ പേജ് ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ഓഫ് ദ ഡയലോഗ് അടുത്ത പേപ്പറിൽ എഴുതി. സോ ഇൻ ബിറ്റ്വീൻ ദി ആക്ട് ഈസ് ഓൾസോ ഫ്ലിപ്പിംഗ് ആൻഡ് റീഡിങ് ആൻഡ് ഡെലിവറിങ് ഇറ്റ്. എന്നിട്ടും he was absolutely funny to work with. But if you ask me, would I, after all that experience, yes, I had a very wrong impression of him on day one. പക്ഷേ പോക and then after I watched live, I was like, this is just how, അപ്പോൾ ആ ക്യാരക്ടർ എഴുതിയ പോലെയല്ല ഷൈൻ അത് പെർഫോം ചെയ്തിട്ടുള്ളത്. ഷൈൻ ബ്രോട്ട് ഹിസ് ക്യാരക്ടർ himself into that character. Completely changed. It took the character much away and enhanced it from what VKP had envisioned it. Naana ende vishwasam that you can clarify with VKP sir. Appo enike sherikku and Sobin miss Sobin is one with Priya. See, Sobin is a sweetheart. I worked with him before. Absolutely comfortable. പക്ഷേ ഈ ദസ്തകീറിന് ചെയ്ത അതിന് വളരെ ഡിഫറെൻ്റ് ആയിരുന്നല്ലോ നമ്മുടെ ഹിസ് ക്യാരക്ടർ. ഭയങ്കര ഫോർമൽ, വെരി അപ്ടൈറ്റ്, സീരിയസ് ബിസിനസ് മാൻ, ബട്ട് എ റെഗുലർ പേഴ്സൺ ഇൻ സൊസൈറ്റി. ഇതിനകത്ത് എല്ലാ ക്യാരക്ടേഴ്സും വളരെ നോർമൽ പീപ്പിൾ അറൗണ്ട് അസ് ആണ്. ആൻഡ് പ്രിയ, for Priya this was a new experience because I think Priya wearing interviews le parnapparana I'm also interacting with her to this level during e promotion samayatana Sangeetha picture ningal moonnodu ketti pidichu very nice. Yeah, it was a cute, it was like a very in the moment sort of idairunnu because I was the last interview of the day and end like the day was over. So that was like all three of us were like exhausted and there was like that hug of or three women coming together. It was like three different women and three different angles, from three different angles of life. Ningada feeling മാത്രേ ഉള്ളൂ. അതെ feeling മാത്രമേ ഉള്ളൂ ഫോട്ടോയിൽ. അപ്പം പ്രിയക്ക് ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന് പറഞ്ഞു because of the kind of ഇപ്പം ഞാൻ എപ്പോഴും there are many times when I have wondered why is it that a director doesn't have the vision of envisioning an actor in a role that they've never done before, in a costume, in a sketch that has never been drawn before.
അപ്പം അതുപോലെയുള്ള ഒരു ക്യാരക്ടറാണ് ഫോർ പ്രിയ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ she was also surprised that VKP sir actually envisioned her as this character. വളരെ സാധാരണ ഒരു മലയാളി പെൺകുട്ടിയായിട്ടാണ് ഇതിൻ്റെ അകത്ത് പ്രിയനെ കാണിച്ചിരിക്കുന്നത്. നേരെ മറിച്ച് all her pictures like I think on Instagram and all so modern like all the time. അപ്പോൾ എല്ലാവരും നല്ലൊരു ഐ തിങ്ക് വി ഹാവ് മെയ്ഡ് എ ഗുഡ് ഫിലിം. ആൻഡ് ഇപ്പം എന്തായാലും തിയേറ്റർ ഭയങ്കര ആൾക്കാർ പോകുന്നുണ്ട്, 2-3 സിനിമകൾ കാണിച്ചു. ഈ തിയേറ്ററും ലൈവായിട്ട് ലൈവായിട്ട് താങ്ക് യു സോ മച്ച്.